ഞാൻ ഡോക്ടർ ശ്രീകുമാർ നമ്പൂതിരി, പത്തനംതിട്ട ഓമല്ലൂർ വേദഗ്രാം ഹോസ്പിറ്റലിലെ കുട്ടികളുടെ വിഭാഗം ഡോക്ടറാണ്. ഓട്ടിസം ഇന്ന് വളരെ വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിവലൻസ്, അതിൻ്റെ ഒരു സാമൂഹിക തലം കൂടി വരുന്നതാണോ അതോ മുൻപേ ഇങ്ങനെ ഉണ്ടായിരുന്നോ, ശ്രദ്ധിക്കപ്പെടാതെ പോയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ആവാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് കുട്ടികൾ, അവരുടെ ഫാമിലി, പ്രത്യേകിച്ചും അവരുടെ അമ്മമാർ ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് വളരെ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്താ ചെയ്യാൻ കഴിയുക? ഇതൊരു രോഗമാണോ? ഇതിനെന്താ ചെയ്യാൻ കഴിയുക? ഈ ചോദ്യങ്ങളുമായിട്ട് നമ്മളെ സമീപിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഓട്ടിസത്തിന് അല്ലെ ഓട്ടിസം സ്പെക്ട്രം, ആ സ്പെക്ട്രത്തിൽ വരുന്ന പലതരം രോഗാവസ്ഥകളുണ്ട്. ഇതിനൊരു രോഗമെന്ന് ശരിക്കും പറയാമെന്ന് ചോദിച്ചാൽ ഒരു രോഗം എന്നല്ല, ഇതിനൊരു അവസ്ഥ തന്നെയാണ് പറയേണ്ടത്. നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം മാറുന്നതനുസരിച്ചിട്ട് അതിനോടുള്ളൊരു പ്രതികരണം എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഒരു അന്തരീക്ഷമുണ്ട്, ഒരു ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ്. ഒരു സാധാരണ മനുഷ്യൻ്റെ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റിന്, ആന്തരികമായ ഒരു പരിസ്ഥിതിക്ക് വ്യത്യസ്തമായി ഒരു പരിസ്ഥിതി, ഒരു ഇൻറ്റേർണൽ എൻവയൺമെൻ്റ് ആയിരിക്കും ഓരോ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലുമുള്ള കുട്ടികളുടേത്. നോക്കുമ്പോൾ അവർക്ക് ന്യൂറോബയോളജിക്കലി സാധാരണ കുട്ടികളിൽ നിന്നും പ്രകടമായ വ്യത്യാസം ഏതെങ്കിലും ടെസ്റ്റുകളിലൂടെ കണ്ടെത്താൻ കഴിയില്ല. ഓട്ടിസത്തിന് ഒരു ന്യൂറോ സൈക്യാട്രിക് ഡിസോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡിസോർഡറാണ്, ഒരു ഡിസീസ് അല്ലാതെ. ഈ വിഷയത്തിൽ സത്യത്തിൽ ഇന്ന് അവൈലബിൾ ആവുന്നത് പലതും ട്രെയിനിങ്ങുകൾ മാത്രമാണ്. ഒക്യുപേഷണൽ തെറാപ്പി പോലെയുള്ള തെറാപ്പികൾ, ബിഹേവിയർ മോഡിഫിക്കേഷൻ തെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതൊക്കെ ഇഫക്റ്റീവാണ് ഒരു പരിധി വരെയെങ്കിലും പലപ്പോഴും രക്ഷിതാക്കൾക്ക് ഇവരെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ആയുർവേദത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഓട്ടിസം ഒരു ക്യൂറബിൾ, പൂർണ്ണമായിട്ടും ക്യൂറബിളായ രോഗമാണോ എന്ന് ചോദിച്ചാൽ വളരെ ഏർലി, വളരെ നേരത്തെ ഈ കുട്ടികളുടെ, അതായത് ഒരു 3 വയസ്സ് കഴിയുമ്പോഴാണ് ഇവ തിരിച്ചറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ചികിത്സയും തെറാപ്പികളുമായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നല്ല ശതമാനം ഈ കുട്ടികളിൽ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയും. പ്രായം കൂടുന്തോറും ഇത്തരം കുട്ടികളുടെ ഈ അവസ്ഥയിൽ ചികിത്സയ്ക്ക് ഫലം കുറഞ്ഞു വരും. അപ്പോൾ ഈ വിഷയത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, എത്രയും പെട്ടെന്ന് ഓട്ടിസമാണ് എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ സംശയം തോന്നുന്നു പറഞ്ഞാൽ കുട്ടി സംസാരമില്ലാതെ ആവുന്നു, അവനമലിലേക്ക് ഒതുങ്ങുന്നു, കുട്ടി പുറമേയുള്ള ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുട്ടിക്ക് താല്പര്യമില്ലാതെ വരും. ചില പ്രത്യേക ആക്ഷനുകൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നു, അല്ലേ? കൈകൊണ്ടുള്ള ചില ഫ്രിഡ്ജറ്റിംഗ് എന്നൊക്കെ പറയും, അങ്ങനെയുള്ള റോക്കിംഗ് മൂവ്മെൻറ്റ്സ്, കറങ്ങുന്ന സാധനങ്ങളെ നോക്കിയിരിക്കാൻ ഇഷ്ടം, ചില സാധനങ്ങളെ അടുക്കി വയ്ക്കാൻ ഇഷ്ടം. ഒരു പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ജീവിതത്തിൽ അവർക്കൊരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന കുട്ടി വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ടോയ്ലറ്റിൽ പോലും പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ കൃത്യമായ പാറ്റേണിൽ മാത്രം ഇങ്ങനെ പോകുന്ന പോലെ തോന്നും. അവർക്ക് ലോകവുമായിട്ടൊരു ബന്ധമില്ല, അവനവനിലേക്ക് ഒതുങ്ങുന്നു. കാരണം ഓട്ടിസം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. ഈ അവസ്ഥയിൽ ഇനി കുട്ടിയെ ഈ അവസ്ഥയിലുള്ള ഇൻറ്റേർണൽ എൻവയൺമെൻറ്റിൽ നിന്നും ഈ കുട്ടിയെ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുത്താൻ സഹായിക്കണമെങ്കിൽ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റിൽ മാറ്റം വരണം. അപ്പോൾ അതാണ് ആയുർവേദ ചികിത്സയുടെ പ്രധാനമായ ഉദ്ദേശം. ഈ കുട്ടിയുടെ ബേസിക്കായിട്ടുള്ള മെറ്റബോളിസത്തിൽ തന്നെ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് കുട്ടിയുടെ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റിൽ മാറ്റം വരുത്തുന്നതിലൂടെ ആയുർവേദം ഈ കുട്ടിയെ സമൂഹത്തിലേക്ക് കടന്നു വരാൻ, സമൂഹത്തിൽ ജീവിക്കുന്നൊരു സഹജീവിയായി മാറ്റാനും സഹായിക്കുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ റോളുണ്ട് ആയുർവേദത്തിൽ. ആയുർവേദത്തിനോടൊപ്പം മറ്റ് തെറാപ്പികൾ, ഒക്യുപേഷണൽ തെറാപ്പി ആയാലും മറ്റ് ബിഹേവിയർ തെറാപ്പികളായും അതും കൂടി ഒരുമിച്ച് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്, വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുള്ളത്, ലേറ്റാവരുത്. ഒരുപാട് അതായത് 10 വയസ്സിന് മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൾട്ട്, കുട്ടികൾ ബുദ്ധിമുട്ട് വരും. അതിനു മുമ്പ്
ഈ സസ്പെക്റ്റ് ചെയ്ത് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടൻ ഒരു എക്സ്പേർട്ടിനെ കാണുക, ആയുർവേദ ചികിത്സ ആരംഭിക്കുക, അതോടൊപ്പം തെറാപ്പികൾ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഈ കുട്ടികളിൽ വളരെ മാറ്റം ഉണ്ടാവും, ഒരു സംശയമില്ലാതെ. താങ്ക് യു.